13 വയസ്സുകാരൻ മിഥുൻ കൊല്ലത്ത് സത്യത്തിൽ ഈ സിസ്റ്റത്തിന്റെ പരാജയത്തിന്റെ രക്തസാക്ഷിയാണ്. അത് സിസ്റ്റത്തിന്റെ പരാജയം അല്ലെങ്കിൽ സ്കൂളിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച, ഹെഡ്മാസ്റ്ററെയൊക്കെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഈ നാട്ടിൽ എന്തും നടക്കും. പക്ഷേ നടക്കണമെങ്കിൽ ഒരാളെങ്കിലും ജീവൻ എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പലപ്പോഴും രക്തസാക്ഷികൾ ഉണ്ടാവുന്നത് പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുകയും പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്യുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് രക്തസാക്ഷികൾ ഉണ്ടാവുന്നത്. ഓരോ രക്തസാക്ഷികൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്ന് തലയോലപ്പറമ്പുകാരിയെ ബിന്ദു മരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത്. ഇവിടെ 13 വയസ്സുകാരനായ മിഥുൻ മരിക്കേണ്ടി വരുന്നു. അവർക്ക് ആ സിസ്റ്റത്തിന്റെ അനാസ്ഥ, അതായത് താഴേക്ക് ഇറങ്ങിക്കിടന്ന ലൈൻ കമ്പി അങ്ങനെയല്ല ഒരു സ്കൂളിന്റെ പരിസരത്ത് നിന്ന് മാത്രമല്ല അങ്ങനെ ആവരുത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു രക്തസാക്ഷി കൂടി ഉണ്ടാകേണ്ടി വന്നു. അതിലൊക്കെ ഏറ്റവും മൃഗീയമായി എനിക്ക് തോന്നിയ ഒരു കാര്യം മന്ത്രി ചിഞ്ചു റാണിയുടെ സമീപനമാണ്. സുംബ കളിക്കാൻ പോയിരിക്കുന്നു ആഷിക്ക്. രാവിലെ വ്യസനമൊക്കെ അറിയിച്ചു, കുട്ടികളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ തൃപ്തിപ്പെടുത്താൻ സുംബ കളിക്കാനും കൂടി പോയി മാതൃകയായിരിക്കുകയാണ് കേരളത്തിന്റെ മന്ത്രി. മൊത്തത്തിൽ ആരും ഏറ്റെടുക്കാൻ ഇല്ലാതെ പോയ ഒരു മരണം. ഇതിൽ ആരും ഉത്തരവാദിയല്ല. കുട്ടി അബദ്ധത്തിൽ ചെയ്തതാണ്. കുട്ടിയോട് പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യരുതെന്നുള്ള വികൃതവാദങ്ങളാണ് അധികൃതർ നടത്തുന്നത്.